RSP അവർക്ക് ചോദിക്കുന്നുണ്ട് ഈ മണ്ഡലം തന്നെ. അവർ കുറച്ചുകൂടി വിജയസാധ്യത ഉള്ള ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന ഒരു 5 സീറ്റ് അത് വേണമെങ്കിൽ അവർക്ക് കോംപ്രമൈസ്. ലീഗ് മലബാർ പാർട്ടി എന്നുള്ളത് മാറി മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും തെക്കൻ തിരുവിതാംകൂറിലും ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് വയനാട് ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് മുസ്ലിം ലീഗിന്റെ ഇതുകൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് നൽകാമെങ്കിൽ ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ച് തരേണ്ടുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും ചരിത്ര വഴികളിലൂടെ രൂപം കൊണ്ടതാണ് വിശേഷപ്പെട്ട സാമൂഹിക സ്വഭാവം അവകാശപ്പെടാൻ കഴിയുന്ന ഇരവിപുരം. ഇരവിപുരത്താണ് ABC മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. പതിവ് പോലെ 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളും വസ്തുക്കളും മാത്രമല്ല 2019, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരവിപുരത്ത് വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് വിഹിതം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഉള്ള വോട്ട് വിഹിതവും കൂട്ടിച്ചേർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇരവിപുരം കൊല്ലത്ത് നിന്ന് വളരെ സമീപത്ത് കിടക്കുന്ന ഒരിടമാണ്. വളരെ അകലെയൊന്നുമല്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് നേമം വട്ടിയൂർക്കാവ് എന്നൊക്കെ പറഞ്ഞത് തിരുവനന്തപുരമാണ്. അതുപോലെയാണ് കൊല്ലം കോർപ്പറേഷന്റെ ഒരു സോണാണ്. നല്ല ഭാഗവും മയ്യനാട് പഞ്ചായത്തും കൂടെ ചേർന്നതാണ് ഇരവിപുരം. നമ്മള് നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ തന്നെ കാണാം ഇരവിപുരം. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ കൊല്ലത്തിന്റെ ചരിത്രം തന്നെയാണ് ഇരവിപുരത്തിനും പറയാനുള്ളത്. പിന്നെ ഇരവിപുരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന RSP ആണ് കേട്ടോ. ചവറ, ഇരവിപുരം, കൊല്ലം. അതെ, ചവറ മുതൽ ചവറ വരെ എന്നൊക്കെ നമ്മൾ അവരെ പറയാറുണ്ട്. RS ഉണ്ണിയൊക്കെ മത്സരിച്ച കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, ഈ RSPയിലെ അധികായന്മാരുണ്ടായിരുന്നല്ലോ. ബേബി ജോൺ, TK ദിവാകരൻ, പങ്കജാക്ഷൻ, ശ്രീകണ്ഠൻ നായർ. ഇരവിപുരം RS ഉണ്ണിയുടെ ഒരു മണ്ഡലമായിരുന്നു. 9 തവണ RSP ജയിച്ചു. അതിലാണ് പിന്നീട് 2016 വന്നാണ് ഈ നൗഷാദ് പിടിച്ചെടുത്തോണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിനകത്ത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഇതിനകത്ത് നോട്ടമിട്ടിരിക്കുകയാണ്. അവരൊരു പാക്കേജ് വെച്ചിട്ടുണ്ട്. ഇരവിപുരം, പുനലൂർ, ഇത് ഈ തിരുവനന്തപുരം സെൻട്രലിലും മുസ്ലിം ഡോമിനൻസ് ഉള്ള ഒരു പ്രദേശം. അവർക്ക് ഇരവിപുരം പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹം. ഇപ്പൊ തിരുവനന്തപുരം സെൻട്രലിലും ഉണ്ട്. പക്ഷെ തിരുവനന്തപുരം സെൻട്രൽ ചിലപ്പോൾ ആയേയും ആഗ്രഹങ്ങൾ പലതുകൊണ്ട് അവർക്ക് തിരുവനന്തപുരം സെൻട്രലിൽ അവരായേയും. കാരണം CP ജോണിനോട് അവർക്കൊരു ആഭിമുഖ്യമുണ്ട്. CP ജോൺ വരണം, UDF വിജയിച്ചു വന്നാൽ മന്ത്രിയാകണം എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് CP ജോണിന് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ കൊല്ലത്തിലും പുനലൂരിലും ഈ ഇരവിപുരത്തും അവര് നോട്ടമിട്ടിട്ടുണ്ട്. പിന്നെ ഇരവിപുരത്ത് നൗഷാദ് വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലുമാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ്. 24,000-ൽ പര വോട്ടിനാണ് 28,000-ൽ പര വോട്ടിനാണ് 2 തവണയും ജയിച്ചത്. 2016-ലും 2021-ലും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നൗഷാദ്. എന്നാൽ ആദ്യത്തെ ഈ മണ്ഡലം രൂപീകരിച്ചപ്പോൾ 1957-ൽ നമ്മുടെ പ്രസിദ്ധനായ മന്ത്രി P. രവീന്ദ്രൻ ആണ് അത് അവിടെ നിന്ന് ജയിച്ചത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ P. രവീന്ദ്രൻ എന്ന സംശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന P. രവീന്ദ്രനാണ് ഇവിടുന്ന് ജയിച്ചത്. 57-ലും പിന്നീട് 60-ലും അദ്ദേഹം തന്നെയാണ് ഇവിടുന്ന് വിജയിച്ചത്. എന്നാൽ അതിനുശേഷം ഇത് RSPയുടെയും RS ഉണ്ണിയുടെ ഒരു കോട്ടയായിരുന്നു കുറെ നാള്. 1965-ല് പിന്നെ കോൺഗ്രസ്. അല്ല, പക്ഷേ ഈ നമ്മളിപ്പോ ഈ കണക്കെടുക്കുമ്പോൾ തന്നെ അറിയാം സാർ, പിന്നെ ഇതിനകത്ത് സാർ നേരത്തെ പറഞ്ഞതുപോലെ അധികാരന്മാർ, അതായത് കേരളം മുഴുവൻ പരന്നു കിടക്കുന്നില്ലെങ്കിലും ഈ പാർട്ടിയിലെ തലയെടുപ്പുള്ള നേതാക്കളെ കേരളം മുഴുവൻ അംഗീകരിച്ചിരുന്നു. പിന്നെ ഇരവിപുരം ശരിക്കും പറഞ്ഞാൽ RSPയുടെ മണ്ഡലം തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. കാരണം 67 മുതൽ RS ഉണ്ണി 5 പ്രാവശ്യം അവിടെ നിന്ന് വിജയിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് VP രാമകൃഷ്ണപിള്ള, അദ്ദേഹവും RSPയുടെ വലിയൊരു നേതാവായിരുന്നല്ലോ, 2 പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ചു. 87-ലും 1996-ലും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അസീസ്, അവരുടെ RSPയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന അസീസ് 2001-ൽ, 2006-ൽ, 2011-ൽ 3 പ്രാവശ്യം അവിടെ നിന്ന്. 16-ൽ വന്നപ്പോഴാണ് 16-ൽ വന്നപ്പോൾ നൗഷാദ് അസീസിനെ തോൽപ്പിച്ചു. അങ്ങനെയാണ് ആ മത്സരം. 2016-ലെ മത്സരത്തിലാണ് 65,392 വോട്ട് നൗഷാദ് പിടിച്ചപ്പോൾ അവിടെ 3 പ്രാവശ്യം വിജയിച്ച അസീസിന് 36,589 വോട്ടായിട്ട് കുറഞ്ഞു. അവിടെ 28,803 വോട്ടിന് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതാണ്. RSPക്ക് വലിയ അവർക്ക് ചോദിക്കുന്നുണ്ട് ഈ മണ്ഡലം തന്നെ. പക്ഷെ കാരണം എന്ന് പറഞ്ഞാല് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇരവിപുരം. പ്രേമേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അവിടെ.
അത് RSP ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് അത് കിട്ടുമെന്നാണ്. RSP ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട് സർ. അപ്പൊ അതായത് കഴിഞ്ഞ ഇപ്പൊ ഈ ഇലക്ഷനിൽ അവർ കുറച്ചുകൂടി വിജയസാധ്യത ഉള്ള ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന ഒരു 5 സീറ്റ് അത് വേണമെങ്കിൽ അവർക്ക് കോംപ്രമൈസ് കാരണം അവർ ഈ മഞ്ചേരിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ആറ്റിക്കലും കൊണ്ടിട്ടുണ്ട്. അതെ, അതങ്ങ് ഒഴിവാക്കണമോ? അത് ന്യായമായ ഒരു ആവശ്യം ഇത്തവണ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സീറ്റ് വേണമെങ്കിൽ കുറച്ചു, സീറ്റ് വേണമെങ്കിൽ കുറച്ചു, പക്ഷേ ജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കണമെന്നുള്ളതാണ്. അത് ചർച്ചകളൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും. പക്ഷേ ഈ നൗഷാദിനെ അവിടെ തോൽപ്പിക്കുക ഇച്ചിരി അല്പം പ്രയാസമായ രീതിയിലാണ്. പക്ഷെ പ്രേമേന്ദ്രൻ ഇമ്പാക്ട് അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2021 ഇതുപോലെയാണ്. വലിയ വിജയമാണ് നൗഷാദ് നേടിയത്. അന്ന് മൊത്തം കിട്ടിയ വോട്ട് 65,000 നിന്ന് അദ്ദേഹം 71,000 കൂട്ടി 71,573 വോട്ടായിട്ട് മാറ്റി. അന്ന് മത്സരിച്ചത് ബാബു ദിവാകരനാണ്. അന്ന് ആലോചിച്ച് നോക്കണം. ബാബു ദിവാകരനെ പ്രസ്റ്റീജിയസ് ആയിട്ട് പിടിക്കാൻ വേണ്ടി ടി കെ ദിവാകരന്റെ മകൻ ഇത് ഈ മണ്ഡലം പിടിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. അപ്പൊ 43,452 വോട്ടേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. പക്ഷേ അസീസിനേക്കാൾ കൂടുതലാണ്. അസീസിന് 36,000 ചിലവാനേ കിട്ടിയുള്ളൂ. ഇദ്ദേഹം 43,000 വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. 43,000 വോട്ട് പിടിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വോട്ടാണ് നൗഷാദിന് കുറച്ച് പ്രാമുഖ്യം അവിടെ നൽകുന്നത്. അവിടെ ഒരു മുസ്ലിം ബെൽറ്റ് വലിയ തോതിലുണ്ട്. വോട്ട് മുസ്ലിം ലീഗ് അവിടെ ഉന്നം വെക്കുന്നതിന്റെയും കാര്യം അതാണ്. അതെ അതെ. അപ്പൊ ഒരു എൻ ബ്ലോക്ക് വോട്ട് അവിടെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ പൊതുവിലുള്ള ഇരവിപുരത്തിന്റെ ഒരവസ്ഥയും 16ലെയും 21ലെയും അവസ്ഥയാണ്. സാർ പാർലമെന്റ് പറയാം സാർ. പാർലമെന്റ് പറയും മുമ്പ് ഇതിനെ ഒന്നുകൂടി നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മൊത്തം ഈ ഇതിനകത്ത് 16ലെയും 21ലെയും നമുക്ക് ഒരുപാട് സമാനതകൾ കാണാൻ കഴിയും. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഇരവിപുരത്തിൽ 73.4% 2016 പോൾ ചെയ്യുമ്പോൾ 72.3 21ലേക്ക് ചെറിയൊരു കുറവുണ്ട് 21ലേക്ക് വരുമ്പോൾ. പക്ഷെ ശ്രദ്ധിച്ചാൽ ഈ നൗഷാദ് എന്ന് പറയുന്ന വ്യക്തി LDFന്റെ അദ്ദേഹം 52% കൂടുതൽ വോട്ട് പിടിച്ചിട്ടാണ് ആദ്യത്തെ. അത് വളരെ കുറവായിരിക്കും. 50% പോൾ ചെയ്യുന്ന മൊത്തം വോട്ടിന്റെ 50-ലേറെ പിടിക്കുക എന്ന് പറയുന്നത് തുടർച്ചയായി രണ്ടാമതും അദ്ദേഹം പിടിച്ചു. ആദ്യം 52.3, വീണ്ടും 21ലേക്ക് വരുമ്പോൾ 56 വർദ്ധിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞൊരു ഫാക്ടർ അതിനകത്തുണ്ട്. ഒരു മുസ്ലിം വോട്ടുകൾ കുറച്ച് കൂടുതൽ രണ്ട് തവണ അദ്ദേഹം 28,000 പരം വോട്ടുകളാണ് ഭൂരിപക്ഷം വന്നത്. പക്ഷെ അതിനൊരു വിഷയം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് വന്നത് AA അസീസ് ആണ്. അപ്പോൾ മറ്റൊരു മുസ്ലിം കാൻഡിഡേറ്റ് ഇവിടെ ഉണ്ട്. ആ ഉള്ള സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്. അപ്പൊ കുറച്ചുകൂടി ഈ കമ്മ്യൂണിറ്റിയുമായി അടുത്ത് നിൽക്കുന്നത് നൗഷാദ് എന്ന് വേണം നമ്മൾ കാണാൻ. അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാബു ദിവാകരൻ നിൽക്കുമ്പോഴും തന്റെ പിതാവിനും ആ ഒരു വോട്ട് പോലും ഇതിന് കിട്ടിയില്ല എന്നുള്ളതാണ്. അതും പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടെയും ഡോമിനൻസ് നൗഷാദ് തന്നെയാണ് വരുന്നത്. BDJS ആണ് തൊട്ട് പുറകെ വരുന്നത്. BDJSന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യ തവണ ഏതാണ്ട് 20,000 വോട്ടുകൾക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിലും രണ്ടാമത്തെ തവണ വരുമ്പോൾ 21ലേക്ക് വരുമ്പോൾ അതിലും വളരെ കുറവാണ്. ഏതാണ്ട് 8,000 പേർ വോട്ടുകൾ മാത്രമാണ്. ഇതാണ് അവിടുത്തെ സ്ഥിതി. ചുരുക്കം പറഞ്ഞാൽ മുസ്ലിം ലീഗ് നോട്ടം ഇടുന്നതിൽ വലിയ അത്ഭുതവും ഒരു അറ്റംപ്റ്റ് നടത്താൻ ഇതിന് മുമ്പ് ഒരിക്കൽ മുസ്ലിം ലീഗിന്റെ ഒരു കാൻഡിഡേറ്റ് ഇവിടെ ജയിച്ചിട്ടുള്ള PKK ബാവ വന്ന് ജയിച്ചിട്ടുള്ളത് മണ്ഡലം കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടായിരിക്കാം. പിന്നെ ആ ഒരു തോന്നലിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഇവർക്ക് എന്ന് അതുകൂടി പറഞ്ഞു പോകുന്നതായിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുസ്ലിം ലീഗ് ഒരു അവര് പാൻ കേരള അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു ബാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ സാറേ, ഇപ്പോൾ ആന്റണിയും അവിടെ ചെന്ന് മലബാർ നിന്ന് ഒരു ഘട്ടത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് ഇപ്പം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് മുസ്ലിം ലീഗിന്റെ ഇതുകൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് നൽകാമെങ്കിൽ ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ച് തരേണ്ടുന്ന ഉത്തരവാദിത്തം ബാധ്യത കോൺഗ്രസിനാണ് എന്ന സന്ദേശം കൊടുക്കലാണ്. ഇതെനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡ് ചിലപ്പോൾ അംഗീകരിക്കാം. കാരണം രാഹുലിനെ താങ്ങി നിർത്തി ഇനി പ്രിയങ്കയെ നിലനിർത്തുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെയെങ്കിൽ വട്ടിയൂർക്കാവിലെ മുസ്ലിം ലീഗ് നിന്നാലും കോൺഗ്രസ് ജയിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയും. അതാണ് ആ ഒരു തൃശ്ശൂരിന് ഇപ്പുറത്തോട്ടില്ലായിരുന്നല്ലോ. ഇതൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ചേഞ്ച് കൂടെയാണ്. അതായത് ലീഗ് മലപ്പുറം പാർട്ടി എന്നുള്ളത് മാറി, അല്ലെങ്കിൽ മലബാർ പാർട്ടി എന്നുള്ളത് മാറി മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും തെക്കൻ തിരുവിതാംകൂറിലും ഉൾപ്പെടെ ഒരു നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയായി മാറണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ശരിയായ അവരുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന് എന്തെങ്കിലും തട്ട് സംഭവിച്ചാൽ പോലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. അതിന് കുറെ ഹിന്ദു സ്ഥാനാർത്ഥികളെ കൂടെ ഭാവിയിൽ നിർത്താൻ ഉതകുന്ന വിധത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മാറ്റിയെടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് കേരളത്തിൽ എന്നും ഈ കോൺഗ്രസ് ഇതുപോലെ നിന്നില്ലെങ്കിൽ തങ്ങൾക്ക് ആ ഒരു ബേസ് ഇവിടെ നിലനിർത്തി പോകണമെങ്കിൽ അത്തരത്തിലൊരു ഇക്വേഷനും ഒക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഇരവിപുരത്ത് എങ്ങനെ BJPയുടെ സ്ഥിതി? BDJS. അതുകൊണ്ടാണ് ആദ്യ വർഷം 19,000 വോട്ടുകൾ പിടിക്കുന്നു.
രണ്ടാമത് വരുമ്പോൾ 8000 പല വോട്ടിന് അത് സ്വാഭാവികമായിട്ടും കുറഞ്ഞു അത് പോകും. കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് 12,969 വോട്ടാണ് കിട്ടിയത്. കിട്ടിയില്ല. മറ്റു പാർട്ടികൾക്ക് സാറേ മറ്റു പാർട്ടികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത്തവണ UDF അവിടെ വോട്ട് കൂടുതൽ പിടിച്ചിരിക്കുന്നു. ഇരവിപുരത്ത് UDF കൂടുതൽ വോട്ട്, അതാണ് ലീഗ് ചോദിക്കാൻ കാര്യം. മനസ്സിലായില്ലേ? 46,833 വോട്ടിനെ ലീഡ് ചെയ്യാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലീഗിന് കിട്ടിക്കഴിഞ്ഞാൽ നൗഷാദിന് പിടിച്ച കുറെ വോട്ട് കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളതാണ്. അതവിടെ LDF കിട്ടിയത് 46,197 ആണ്. അപ്പോൾ 636 വോട്ടിന്റെ വ്യത്യാസം. ചെറിയ വ്യത്യാസമാണ്. LDF വേണേലും കവർ ചെയ്യാം, UDF വേണേലും കവർ ചെയ്യാം. നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ, ഈ മുസ്ലിം വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും UDF പിടിച്ചെടുക്കാം. ലോക്സഭയിലെ കണക്ക് നോക്കുമ്പോൾ കൊല്ലം ലോക്സഭ പരിസ്ഥിതി വരുന്നതാണ്. 2019 UDF 54.1 ശതമാനം വോട്ടുകളാണ് ലഭിച്ചത്. 67,582 വോട്ടുകൾ. 35.4% LDF ലഭിച്ചപ്പോൾ അത് വോട്ടുകളായി മാറിയപ്പോൾ 44,162 വോട്ടുകൾ. NDAക്ക് ലഭിച്ചത് 9.2 ആണ്, 11,488. 2019 കണക്കാണ് ഈ പറയുന്നത്. 2024 വരുമ്പോൾ അത് 54 എന്നുള്ളത് 51 UDF കുറഞ്ഞിരിക്കുകയാണ്. 60,356 വോട്ടുകൾ. 31.3 LDFിൻ്റെ വോട്ട് വിഹിതം കുറഞ്ഞു, 36,678. ബട്ട് ഇതിനകത്ത് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ NDAക്ക് കഴിഞ്ഞ 2019 പിടിച്ച 9.2 എന്നുള്ളതിൽ നിന്ന് വർദ്ധിച്ച് NDAക്ക് 15.6% NDAക്ക് ഉയർത്താൻ കഴിഞ്ഞിരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വലിയ വ്യത്യാസം വോട്ടുകളുടെ വിധത്തിൽ കാണുന്നുണ്ട്. 2016 പിടിച്ച വോട്ട് BDS 2024 പിടിച്ചില്ല. പക്ഷേ ഇവിടെ മറ്റൊരു രൂപത്തിലാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും അതിനൊരു ചാഞ്ചാട്ടം കാണുന്ന ഒരു സ്ഥലം സ്ഥിരമായൊരു BJPക്കോ NDAക്കോ വലിയൊരു സ്കോപ്പുള്ള തോന്നുന്നില്ല. രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങൾ പോലും അതാണ്. സമരവഴിയിൽ കൂടിയൊക്കെ വന്നൊരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ BJP ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.